പ്രൈം ടൈം ന്യൂസിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. കേന്ദ്ര അവഗണനയ്ക്കെതിരെ കണ്ണി ചേർന്ന് ഡിവൈഎഫ്ഐ. കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം രാജ്ഭവൻ വരെ മനുഷ്യച്ചങ്ങല തീർത്ത് ഡിവൈഎഫ്ഐ. ഇടതുമുന്നണി നേതാക്കളും സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും മനുഷ്യച്ചങ്ങലയിൽ കണ്ണിയായി. കേന്ദ്ര സർക്കാരിന്റെ കണ്ണു തുറപ്പിക്കുന്ന സമരശക്തിയായി മനുഷ്യച്ചങ്ങല മാറിയെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്ന മുദ്രാവാക്യം ഉയർത്തി ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്ന ഈ മനുഷ്യ മഹാശൃംഖലയിൽ ഞാനും കണ്ണി ചേരുന്നു. ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ മുതൽ തിരുവനന്തപുരത്ത് രാജ്ഭവൻ വരെ 651 കിലോമീറ്റർ ദൂരത്തിൽ ഡിവൈഎഫ്ഐ മനുഷ്യച്ചങ്ങല തീർത്തത്. സാഹിത്യ, സാംസ്കാരിക, സാമൂഹ്യ മേഖലയിൽ നിന്നുള്ള പ്രമുഖർ ചങ്ങലയിൽ കണ്ണുചേർന്നു. ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് A റഹീം കാസർഗോഡ് ആദ്യ കണ്ണിയായപ്പോൾ LDF കൺവീനർ EP ജയരാജൻ രാജ്ഭവന് മുന്നിൽ അവസാന കണ്ണിയായി. മനുഷ്യച്ചങ്ങലയ്ക്ക് പുറമെ കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിജ്ഞയുമെടുത്തു. ഒരു വർഷം 2 കോടി പുതിയ തൊഴിൽ വാഗ്ദാനം ചെയ്തിട്ട് ഈ നാട്ടിലെ ചെറുപ്പത്തെ വഞ്ചിക്കുകയാണ് നരേന്ദ്രമോദി സർക്കാർ ചെയ്തത്. 2 കോടി പോയിട്ട് 2 ലക്ഷം പുതിയ തൊഴിലവസരം പോലും കൊടുത്തില്ല എന്ന് മാത്രമല്ല, നിലവിലുള്ള തൊഴിലവസരങ്ങൾ പൂർണ്ണമായും നിഷേധിക്കുന്ന സമീപനമാണ് തുടരുന്നത്. പ്രധാന സ്ഥലങ്ങളിൽ പൊതുയോഗവും സംഘടിപ്പിച്ചു. രാജ്ഭവന് മുന്നിൽ സംഘടിപ്പിച്ച പൊതുയോഗം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഈ കേരളത്തിൽ തീർത്ത ഈ മനുഷ്യച്ചങ്ങല, ഈ മനുഷ്യമതിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ അവഗണനയ്ക്കെതിരായ ഉജ്ജ്വലമായ ചെറുത്തുനിൽപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമാണ് എന്ന കാര്യത്തിൽ സംശയമുണ്ടാവേണ്ടതില്ല. ഐതിഹാസിക മുഹൂർത്തമെന്ന് മാഹിയിലെ മനുഷ്യച്ചങ്ങലയിൽ പങ്കെടുത്ത് എഴുത്തുകാരൻ M മുകുന്ദൻ പ്രതികരിച്ചു. ഇത് ഒരു ചരിത്ര നിമിഷമാണ്. ഇപ്പോൾ കേന്ദ്രം നമ്മെ അവഗണിക്കുന്നു എന്നുള്ളത് വാസ്തവമാണ്. നമ്മൾ അനുഭവിച്ചു വരികയാണ് ഈ അവഗണന. ഇപ്പം എല്ലാ മേഖലകളിലും നമ്മളൊരു കുതിപ്പ് നടത്തിയിട്ടുണ്ട്. CPM MLA-മാരായ മുഹമ്മദ് മുഹ്സിൻ, P ബാലചന്ദ്രൻ, കേരള കോൺഗ്രസ് നേതാവ് ജോസ് K മാണി തുടങ്ങിയവരും മനുഷ്യച്ചങ്ങലയുടെ ഭാഗമായി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. കേരയിൽ പദ്ധതിയെ പിന്തുണച്ച സാഹിത്യകാരൻ M മുകുന്ദൻ കേരളത്തിന്റെ റെയിൽ യാത്രാ പ്രശ്നം പരിഹരിക്കാൻ നിലവിലെ ട്രാക്ക് പര്യാപ്തമല്ല, വന്ദേ ഭാരത് യാത്രാ പ്രശ്നത്തിന് പൂർണ്ണ പരിഹാരമല്ലെന്നും M മുകുന്ദൻ പറഞ്ഞു. കണ്ണൂരിൽ ഡിവൈഎഫ്ഐയുടെ മനുഷ്യച്ചങ്ങലയിൽ പങ്കെടുത്താണ് M മുകുന്ദന്റെ പ്രതികരണം. കേരളയിൽ ഇന്ന് നമ്മൾ കേരളത്തിൽ എവിടെ പോയി കഴിഞ്ഞാലും വാഹനക്കുരുക്കുകളാണ്. അപ്പോൾ ഇപ്പോഴത്തെ റെയിൽ പാതകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരിക്കലും വലിയ ട്രെയിനുകൾ വേഗതയിൽ സാധിക്കില്ല. അത് എത്ര തന്നെ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ വന്നാലും അത് സാധിക്കില്ല. കാരണം നമ്മുടെ റെയിലുകൾ അതിന് സജ്ജമല്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ യാത്രാക്കുരുക്കിന് ഉള്ള പ്രധാന യാത്രാക്കുരുക്കളുടെ ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരേ ഒരു വഴി കേരളയിലാണ്. പലതും തടസ്സപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ കേരളം, നമ്മൾ മലയാളികൾ മുമ്പോട്ട് പോകുന്നത് ബോധപൂർവമായിട്ട് ആരൊക്കെ തടസ്സപ്പെടുത്തുന്നുണ്ട്. അതിനെതിരായിട്ടുള്ള ഒരു പ്രതിഷേധ ഇരമ്പലാണ് നമ്മളിവിടെ കാണുന്നത്. കൂടുതൽ വാർത്തകളുണ്ട് ഇടവേളയ്ക്കു ശേഷം. പ്രൈം ടൈം ന്യൂസിലേക്ക് വീണ്ടും. അയോധ്യയിൽ ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിൽ. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠയ്ക്കുള്ള ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വൈകിട്ടോടെ അയോധ്യയിലെത്തുമെന്നാണ് വിവരം. അയോധ്യയിലും പരിസര പ്രദേശങ്ങളിലും സുരക്ഷ ശക്തമാക്കി. അയോധ്യയിൽ നിന്ന് S വിജയകുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട്. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്കുള്ള ഒരുക്കങ്ങൾ ഏതാണ്ട് പൂർത്തിയായി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇനി ശേഷിക്കുന്നത് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട താന്ത്രിക വിധിപ്രകാരം ചെയ്യേണ്ട ചില ജോലികൾ അല്ലെങ്കിൽ പൂജാകാര്യങ്ങൾ മാത്രമാണുള്ളത്. ഇന്ന് ഗർഭഗൃഹം ശുചിയാക്കുക എന്ന ഒരു ജോലിയാണ് നടന്നത്. അത് ഈ പൂജയുടെ ഒക്കെ ഭാഗമായി ചെയ്തു തീർക്കേണ്ട ഒന്നാണ്. അത് കഴിഞ്ഞ് നാളെയുള്ളത് ഇതിനോടനുബന്ധിച്ച് ഈ പ്രതിഷ്ഠാ ചടങ്ങിനനുബന്ധിച്ചുള്ള ചില പൂജാകർമ്മങ്ങളാണുള്ളത്. അത് നാളെ പൂർത്തിയാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉച്ചയ്ക്ക് ശേഷം അയോധ്യയിൽ എത്തുമെന്നത് ഏറെക്കുറെ ഇപ്പോൾ ഉറപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം നാളെ അയോധ്യയിലായിരിക്കും ക്യാമ്പ് ചെയ്യുക. അതിനുശേഷം, അതായത് ഈ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന ദിവസം രാവിലെ സരയൂ നദിയിൽ അദ്ദേഹം സ്നാനം ചെയ്യും. സ്നാനഘട്ടത്തിൽ അദ്ദേഹം രാവിലെ സ്നാനം ചെയ്യും. അതിനുശേഷം ഏതാണ്ട് 2 കിലോമീറ്റർ ഒരു പദയാത്രയെ നടന്ന് ക്ഷേത്രത്തിലേക്ക് പോയി ഈ ചടങ്ങിൽ പങ്കെടുക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തുമെന്നാണ് ഇപ്പോൾ
അറിയിച്ചിരിക്കുന്നത്. അതിനേതെങ്കിലും തരത്തിൽ സുരക്ഷാ കാരണങ്ങളാൽ മാറ്റമുണ്ടാകുമോ എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. ഏതായാലും അതിനനുബന്ധമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടേക്ക് രാജ്യത്തിന്റെ നാനാഭാഗത്തു നിന്നും ഈ തീർത്ഥാടകർ വന്നുകൊണ്ടിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് ആളുകൾ ഇതിനോടകം ഈ അയോധ്യ നഗരത്തിൽ എത്തിയിട്ടുണ്ട്. ഇവരുടെ തീർത്ഥാടകർ വരുന്നത് ഈ ദിവസങ്ങളിൽ വരുന്നത് ഒഴിവാക്കണമെന്ന് ഇവിടെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രി നേരിട്ടുമൊക്കെ അഭ്യർത്ഥിച്ചിട്ടും പക്ഷേ ആ അഭ്യർത്ഥന ഫലം കണ്ടിട്ടില്ല. വിവിധ ഭാഗങ്ങളിൽ നിന്ന് തീർത്ഥാടക സംഘങ്ങൾ ഇങ്ങനെ ഇന്നലെയും ഇന്നുമൊക്കെ ഇവിടേക്ക് ഒഴുകുകയാണ്. അവിടെ കൊണ്ട് ഈ അയോധ്യ നഗരം നിറഞ്ഞിട്ടുണ്ട്. ഈ അയോധ്യ നഗരത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്നതിലും അധികം ആളുകൾ ഇതിനോടകം ഇവിടെ വന്നു ചേർന്നിട്ടുണ്ട്. അതിൽ ആകെ 7000 പേർക്ക് മാത്രമേ ഈ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് കാണാൻ കഴിയുള്ളൂ, നേരിട്ട് കാണാൻ കഴിയുള്ളൂ. അവരെ ക്ഷേത്രത്തിൽ അനുവദിച്ചിട്ടുള്ളൂ, അതിന്റെ ചുറ്റുപാടും അനുവദിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ളവർക്ക് വേണ്ടി അവരവർക്ക് വലിയ സ്ക്രീനുകളൊക്കെ സ്ഥാപിച്ച് അതിലൊക്കെ കാണിക്കുന്നുണ്ട്. ദൂരദർശനാണ് ഇതിന്റെ മുഴുവൻ സമയ ലൈവ് ടെലികാസ്റ്റ് നടത്തുന്നത്. ദൂരദർശൻ അതിന്റെ ദൃശ്യങ്ങൾ വാർത്താ ഏജൻസികൾക്ക് നൽകുമെന്ന് അറിയുന്നു. മറ്റു മാധ്യമങ്ങൾക്കൊന്നും അവിടേക്ക് അനുമതി ഉണ്ടായിരിക്കുന്നില്ല. അതിന്റെ സമയക്രമമൊക്കെ സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ഇതിനോടകം പുറത്തുവിട്ടിട്ടുമുണ്ട്. ഈ സുരക്ഷയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. രുചിത്ത്, സുരക്ഷയ്ക്കായി ഏതാണ്ട് 20,000-ഓളം വരുന്ന അല്ലെങ്കിൽ 1000-ഓളം വരുന്ന പ്രത്യേക സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇവിടേക്ക് നിയോഗിച്ചിട്ടുണ്ട്. ആ ഉദ്യോഗസ്ഥര് ഈ ഉത്തർപ്രദേശ് പോലീസിൽ നിന്നുള്ളവരാണ്. അവരെ നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് NSG കമാൻഡോസിന് പരിശീലനം നൽകുന്നത് പോലെയാണ് അവർക്ക് പരിശീലനം നൽകിയിരിക്കുന്നത്. അവരുടെ പരിശീലനം പൂർത്തിയാക്കി അവരാണ് ഈ ക്ഷേത്രത്തിന്റെയും ഈ മേഖലയുടെയും ഒക്കെ സുരക്ഷാ ക്രമീകരണങ്ങളിൽ പങ്കെടുക്കുന്നത്. എന്തായാലും അയോധ്യ പൂർണ്ണമായും ഈ ചടങ്ങിന് ഒരുങ്ങിയിട്ടുണ്ട്. അത് ഏതാണ്ട് ഉത്സവാന്തരീക്ഷത്തിൽ തന്നെ അത് നടക്കുകയും ചെയ്യുന്നു. അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ പ്രതികരണം പാടില്ലെന്ന് BJP ദേശീയ നേതൃത്വം നേതാക്കൾക്ക് നിർദ്ദേശം നൽകി. പ്രതിഷ്ഠാദിന ചടങ്ങുകൾക്ക് രാഷ്ട്രീയ നിറം കൊടുക്കുന്ന ഒന്നും പാടില്ലെന്നാണ് നിർദ്ദേശം. അതേസമയം പ്രാണപ്രതിഷ്ഠയ്ക്ക് അവധി പ്രഖ്യാപിക്കുന്ന നടപടി തുടരുകയാണ്. ഡൽഹിയിലെ ബാബർ റോഡിന്റെ പേര് അയോധ്യ മാർഗെന്ന് മാറ്റി ഹിന്ദു ബോർഡ് സ്ഥാപിച്ച ബോർഡ് പോലീസ് നീക്കം ചെയ്തു. രാമക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് മണിക്കൂറുകൾ മാത്രം ബാക്കി. രാഷ്ട്രീയ വിവാദങ്ങൾക്ക് ചെവി കൊടുക്കാതെ BJPയും ഉത്തർപ്രദേശ് സർക്കാരും. എന്തു പ്രതികരണവും കരുതലോടെ മാത്രമെന്ന കർശന നിർദ്ദേശമാണ് നേതാക്കൾക്ക് BJP നൽകിയിരിക്കുന്നത്. പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങിന്റെ മാറ്റു കുറയരുത് എന്ന മുന്നറിയിപ്പ് നിലനിൽക്കുന്നതിനാൽ പ്രതികരണങ്ങളിലും ആ ജാഗ്രത കാണാം. ഹൈക്കമാൻഡ് വിലക്ക് മറികടന്ന് ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് UP കോൺഗ്രസ് നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. തൽക്കാലം ഏറ്റുമുട്ടൽ വേണ്ടെന്നാണ് AICC നിലപാട്. രാമൻ എല്ലാവരുടെയുമാണ് എന്ന ഫറൂഖ് അബ്ദുള്ളയുടെ പ്രസ്താവന BJP സ്വാഗതം ചെയ്തു. ഫറൂഖ് അബ്ദുള്ള ഈ നിലപാട് സ്വീകരിച്ചത് രാമഭക്തരുടെ വിജയമെന്ന് BJP നേതൃത്വം പ്രതികരിച്ചു. രാമരാജ്യമെന്ന ആശയം BJPക്ക് എന്നും പ്രചോദനം നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. അതിനിടെ പ്രതിഷ്ഠാ ദിനത്തിലെ അവധി പ്രഖ്യാപനം തുടരുകയാണ്. മുംബൈ ഓഹരി വിപണി തിങ്കളാഴ്ച പ്രവർത്തിക്കില്ല. BJP സംസ്ഥാനങ്ങൾ ഇതിനോടകം പൂർണ്ണമായോ ഭാഗികമായോ അവധി നൽകിയിട്ടുണ്ട്. അയോധ്യയിലേക്ക് തീർത്ഥാടകരും ക്ഷണിക്കപ്പെട്ട അതിഥികളും വന്നുകൊണ്ടിരിക്കുന്നു. ഇത് അയോധ്യ രാമക്ഷേത്രത്തിലേക്കുള്ള പ്രധാന വഴി. തീർത്ഥാടക സംഘങ്ങൾ മാത്രമല്ല ഈ വഴി നടക്കുന്നത്. രാഷ്ട്രീയ ഇന്ത്യയുടെ ചരിത്രത്തിലേക്ക് കൂടി ഈ വഴി നീളും. അയോധ്യയിൽ നിന്ന് ക്യാമറമാൻ VS രാഹുലിനൊപ്പം S വിജയകുമാർ, 24. ആലപ്പുഴയിൽ പ്രസവ നിർത്തൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായി യുവതി മരിച്ചു. പഴയ വീട് സ്വദേശി ശരത്തിന്റെ ഭാര്യ ആശയാണ് മരിച്ചത്. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിലെ ശസ്ത്രക്രിയയ്ക്കിടെ ഉണ്ടായ പിഴവാണ് മരണകാരണമെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. ആലപ്പുഴ കണിയാങ്കുളം ജംഗ്ഷനിലെ സ്വകാര്യ മെഡിക്കൽ സ്റ്റോറിൽ ഫാർമസിസ്റ്റായ ആശയെ വെള്ളിയാഴ്ച രാവിലെയാണ് ശസ്ത്രക്രിയയ്ക്കായി കടപ്പുറം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. രാവിലെ തന്നെ ശസ്ത്രക്രിയ തുടങ്ങി. പെട്ടെന്നാണ് രോഗി അസ്വസ്ഥത കാണിച്ചത്. ആശുപത്രിയിലെ തന്നെ ഡോക്ടർമാരുടെ സംഘം ചികിത്സ നൽകിയെങ്കിലും ഫലമുണ്ടായില്ല. ഹൃദയാഘാതമുണ്ടായതായാണ് ഡോക്ടർമാർ പറഞ്ഞത്. ബന്ധുക്കൾ പ്രതിഷേധിച്ചതോടെയാണ് 45 മിനിറ്റിന് ശേഷം ആശയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. ഇവിടെ ചികിത്സയിലിരിക്കെയാണ് മരണം. ഞാൻ എന്താണ് ഇത് സംഭവിച്ചതെന്ന് പറയുമ്പോൾ ഒരു കുഴപ്പവും ഇല്ലെന്നാണ് അവർ പറഞ്ഞത്. അവിടെ ഇരുന്ന് ഒരു കുഴപ്പമില്ലെന്ന്. ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് കയറി ചെല്ലുമ്പോഴാണ് കുഞ്ഞിൻ്റെ അവസ്ഥ മനസ്സിലാക്കുന്നത്. അവർ ഓക്സിജൻ മാസ്ക് വെച്ച് ഇങ്ങനെ നെഞ്ചിനിട്ട് ഇടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ബഹളം ഉണ്ടാക്കിക്കൊണ്ടാണ് പെട്ടെന്ന് ഒരു ആംബുലൻസ് വിളിച്ചത്. അതുവരെ അവരതിനകത്തിട്ട് ഒന്നും പറയാതെ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ലാപ്രോസ്കോപ്പിക് സർജറിക്ക് സാധാരണ സങ്കീർണതകളൊന്നും ഉണ്ടാകാറില്ല. വനിതാ ശിശു ആശുപത്രി അധികൃതരുടെ വീഴ്ചയാണ് സംഭവത്തിന് പിന്നിലെന്നും അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് പരാതി നൽകുമെന്നും ബന്ധുക്കൾ പറയുന്നു. അന്നേരം മരിക്കുമെന്നാ പറഞ്ഞു. അന്നേരം മരിക്കുമെന്നാ പറഞ്ഞു. അറിയാമോ? അങ്ങനെയാ പറഞ്ഞത്. നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കാം, സാക്ഷിയായിട്ട് ഇങ്ങനെ ഇരിക്കാം. ഇന്നിപ്പോൾ അവിടെ കടപ്പുണ്ട് മോർച്ചറി കേസുണ്ട്. ഇതിന് ഞങ്ങൾ ശക്തിയായിട്ട് പ്രതിഷേധിക്കും.
ഇവിടെ വന്നിട്ടുള്ള ഒത്തിരി കേസുകൾ ഇങ്ങനെ വന്നിട്ട് ജീവനോടുകൂടി പോയിട്ടില്ല. മരണം ഇനി ഒരു വ്യക്തിക്കും ഈ മെഡിക്കൽ കോളേജിൽ വന്നിട്ട് ഇങ്ങനെ ഒരു മരണം സംഭവിക്കരുത്. സംഭവത്തിൽ ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി വനിതാ ശിശു ആശുപത്രി സൂപ്രണ്ടിൽ നിന്ന് റിപ്പോർട്ട് തേടി. ശസ്ത്രക്രിയക്കിടെ ഹൃദയാഘാതം ഉണ്ടായതാകാം മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ആശയുടെ ഭർത്താവ് ശരത്ത് വിദേശത്താണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ മരണകാരണത്തിൽ വ്യക്തത ഉണ്ടാവുകയുള്ളൂ എന്ന് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് അറിയിച്ചു. 24 ആലപ്പുഴ. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് നേരെ അസമിൽ ആക്രമണം. ലഖിംപൂരിൽ വാഹനങ്ങൾക്ക് നേരെ കല്ലേറുണ്ടായി, ബോർഡുകളും തകർത്തു. യാത്രയിലെ ജനപങ്കാളിത്തം കണ്ട് ഭയന്ന മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയാണ് ആക്രമണത്തിന് പിന്നിലെന്ന് കോൺഗ്രസ് ആരോപിച്ചു. അരുണാചൽ പ്രദേശിലേക്ക് പ്രവേശിച്ച ഭാരത് ജോഡോ ന്യായ് യാത്ര നാളെ അസമിൽ തിരിച്ചെത്തും. കോൺഗ്രസ് നേതൃത്വം തന്നെയാണ് ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. വാഹനങ്ങളുടെ ചില്ലുകളും യാത്രയുടെ ഫ്ലക്സ് ബോർഡുകളും വ്യാപകമായി നശിപ്പിച്ചു. ആക്രമണത്തിന് പിന്നിൽ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയാണെന്ന് ആരോപിച്ച കോൺഗ്രസ് ഭയന്ന് പിന്മാറില്ലെന്നും മുൻ നിശ്ചയിച്ച റൂട്ടിലൂടെ യാത്ര തുടരുമെന്നും വ്യക്തമാക്കി. हम लोग भारतीय जनता पार्टी से कहना चाहते हैं कि हमारे नेता राहुल गांधी जी, कांग्रेस पार्टी के तमाम कार्यकर्ता घबराने और डरने वाले नहीं। भारत जोड़ो न्याय यात्रा जो चल रही है, हिंदुस्तान के अंदर न्याय की आवाज उठाने की ये यात्रा है, ये कभी भी ना तो रुकेगी, ना हमारे नेता किसी भी प्रकार से घबराएंगे, ना किसी प्रकार से डरेंगे. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ളവർ ആക്രമണത്തെ അപലപിച്ചു. ഇന്ന് രാവിലെ ബോഗി നദിയിൽ നിന്നും ആരംഭിച്ച രാഹുൽ ഗാന്ധിയുടെ യാത്ര ഗുംതോ വഴി അരുണാചൽ പ്രദേശിൽ പ്രവേശിച്ചു. ഇറ്റാനഗറിലെ മൈദുൻ ഗേറ്റിൽ പദയാത്രയ്ക്ക് ശേഷം നാളെ ഭാരത് ജോഡോ ന്യായ് യാത്ര അസമിൽ തിരിച്ചെത്തും. 24 ഡൽഹി. ചിന്നക്കനാലിലെ ഭൂമി ഇടപാടിൽ മാത്യു കുഴൽനാടനെതിരെ ഗുരുതര കണ്ടെത്തലുമായി വിജിലൻസ്. 50 സെന്റ് സർക്കാർ ഭൂമി കയ്യേറിയെന്നാണ് കണ്ടെത്തൽ. കയ്യേറിയ അധിക ഭൂമി തിരിച്ചുപിടിക്കാൻ സർക്കാരിന് ശുപാർശ നൽകും. കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് മാത്യു കുഴൽനാടനെ വിജിലൻസ് ചോദ്യം ചെയ്തു. സർക്കാർ ഭൂമിയുണ്ടെങ്കിൽ വിജിലൻസിന് തുടർ നടപടികൾ സ്വീകരിക്കാമെന്ന് മാത്യു കുഴൽനാടൻ പ്രതികരിച്ചു. ചിന്നക്കനാലിലെ ഭൂമി രജിസ്റ്റർ ചെയ്തതിൽ 1000 ചതുരശ്ര അടി വിസ്തീർണമുള്ള കെട്ടിടത്തിന്റെ കാര്യം മാത്യു കുഴൽനാടൻ മറച്ചുവെച്ചു. ഇതുവഴി നികുതി വെട്ടിപ്പ് നടത്തിയെന്നാണ് വിജിലൻസിന്റെ പ്രധാന കണ്ടെത്തൽ. 50 സെന്റ് സർക്കാർ ഭൂമി മാത്യുവിന്റെ കൈവശമുണ്ടെന്നും വിജിലൻസ് പറയുന്നു. ഇത് തിരിച്ചുപിടിക്കാനുള്ള നടപടി സ്വീകരിക്കും. എന്നാൽ ഭൂമി ഇതുവരെ അളന്നു നോക്കിയിട്ടില്ലെന്നും അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കുമെന്നും മാത്യു കുഴൽനാടൻ. പിണറായി വിജയൻ സർക്കാരിൻ്റെ ഏത് അന്വേഷണത്തെയും ഞാൻ സ്വാഗതം ചെയ്യും. അന്വേഷണത്തിൽ സഹകരിച്ചിട്ടുണ്ട്. ഇനി ഒരുപക്ഷെ അവർ എന്താണ് ഇതിൻ്റെ അകത്ത് നെക്സ്റ്റ് സ്റ്റെപ്പ്, അല്ലെങ്കിൽ അവരെന്ത് ചാർജാണ് കാണുന്നത് എന്ന് പറഞ്ഞാൽ അതും ഞാൻ ജനങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യും. അധികാരം ദുർവിനിയോഗം ചെയ്ത് അപകീർത്തിപ്പെടുത്താൻ പരിശ്രമിച്ചാൽ ഞാൻ അതിനെ 100% നിയമപരമായി തന്നെ നേരിടും. 2008 മിച്ചഭൂമി കേസിൽ ഉൾപ്പെട്ട സ്ഥലത്താണ് മാത്യു കുഴൽനാടന്റെ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഈ സ്ഥലം വിൽക്കാനാവില്ല. വില്ലേജ് ഓഫീസർ ചട്ടങ്ങൾ മറികടന്നാണ് ഭൂമി പോക്കുവരവ് ചെയ്ത് നൽകിയത്. എന്നാൽ ഇതിൽ മാത്യു കുഴൽനാടന് പങ്കുള്ളതായി വിജിലൻസിന് തെളിവില്ല. CPIM എറണാകുളം ജില്ലാ സെക്രട്ടറി CN മോഹനന്റെ പരാതിയിലാണ് മാത്യുവിനെതിരായ വിജിലൻസ് അന്വേഷണം. വിജിലൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും കേസെടുക്കുന്ന കാര്യം പരിഗണിക്കുക. 24 ഇടുക്കി. ആലപ്പുഴയിൽ BJP നേതാവ് രൺജിത്ത് ശ്രീനിവാസിനെ കൊലപ്പെടുത്തിയ കേസിൽ മുഴുവൻ പ്രതികളും കുറ്റക്കാർ. പോപ്പുലർ ഫ്രണ്ട് SDPI പ്രവർത്തകരായ 15 പേരാണ് പ്രതികൾ. 1 മുതൽ 8 വരെയുള്ള പ്രതികൾ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തു. മുഴുവൻ പ്രതികളും ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി കണ്ടെത്തി. പ്രതികൾക്കെതിരെ കൊലപാതകം, ഗൂഢാലോചന, ദൃക്സാക്ഷികളെ ആക്രമിക്കുക തുടങ്ങി പോലീസ് ചുമത്തിയ മുഴുവൻ കുറ്റങ്ങളും നിലനിൽക്കുമെന്ന് മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി കണ്ടെത്തി. കൃത്യമായ ആസൂത്രണത്തോടെ അതിവേഗം നടപ്പിലാക്കിയ അതിക്രൂരമായ കൊലപാതകമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. ഈ കേസിനകത്ത് ഇതിന് ആസ്പദമായ മറ്റൊരു സംഭവം, വയലാറിൽ നന്ദുകൃഷ്ണൻ എന്ന് പറയുന്ന ഒരാളുടെ കൊലപാതകത്തിന് ശേഷം ഇപ്രകാരം വീണ്ടും ഒരു കൊലപാതകം നടത്തണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി തയ്യാറാക്കിയ ഹിറ്റ് ലിസ്റ്റ് 3-ാം പ്രതി അനൂപിന്റെ ഭാര്യ വീട്ടിൽ നിന്ന് കണ്ടെടുത്ത മൊബൈൽ ഫോണിൽ നിന്നും ഇപ്രകാരം തയ്യാറാക്കിയ ഹിറ്റ് ലിസ്റ്റ് പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമായി കണ്ടെത്തി കഴിഞ്ഞു. അതിൽ 1-ാമത്തെ പേരായി കാണിച്ചിട്ടുള്ളത് ഇപ്പോൾ കൊല ചെയ്യപ്പെട്ട രഞ്ജിത്ത് ശ്രീനിവാസന്റെ പേര് തന്നെയായിരുന്നു. അതിൽ ധാരാളം പേരുടെ മറ്റു പേരുകളും ഇനിയുണ്ട്. പ്രതികൾക്ക് പരമാവധി ശിക്ഷ ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് രഞ്ജിത്ത് ശ്രീനിവാസന്റെ ഭാര്യ ലിഷ, മാതാവ് വിനോദിനി എന്നിവർ പ്രതികരിച്ചു. ശിക്ഷയെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. 15 പേരും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടിട്ടുണ്ട്. അതിൽ സന്തോഷമുണ്ട്. പരമാവധി എല്ലാവരും 302 പ്രകാരം കുറ്റക്കാരാണെന്ന് കണ്ടിട്ടുണ്ട്. അപ്പം പരമാവധി ശിക്ഷ തന്നെ കോടതി നൽകുമെന്നുള്ള പ്രതീക്ഷയിലാണ്. വിധിയിൽ
നമുക്ക് തൃപ്തിയുണ്ട്. തീർച്ചയായിട്ടും അവർക്ക് പരമാവധി ശിക്ഷ തന്നെ ലഭിക്കണം. ആലപ്പുഴയിലെ BJP നേതാവും OBC മോർച്ച സംസ്ഥാന സെക്രട്ടറിയുമായിരുന്ന രഞ്ജിത്ത് ശ്രീനിവാസൻ 2021 ഡിസംബർ 19 കൊല്ലപ്പെട്ടത്. SGPI സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന KS ഷാൻ കൊല്ലപ്പെട്ട് മണിക്കൂറുകൾക്കകമാണ് വീട്ടുകാർക്ക് മുന്നിൽ വെച്ച് രഞ്ജിത്തും കൊല്ലപ്പെട്ടത്. ഷാൻ വധക്കേസിൽ 11 RSS BJP പ്രവർത്തകർ അറസ്റ്റിലായിരുന്നു. ഇവരെല്ലാം ജാമ്യത്തിലാണ്. ഈ കേസ് ആലപ്പുഴ അഡീഷണൽ സെഷൻസ് കോടതി അടുത്ത മാസം 2-ാം തീയതി വീണ്ടും പരിഗണിക്കും. 24 ആലപ്പുഴ. ആലപ്പുഴ കായംകുളത്ത് BJP പ്രാദേശിക നേതാവിനെയും ഭാര്യയെയും വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് ആത്മഹത്യ ചെയ്തതാണെന്നാണ് പ്രാഥമിക നിഗമനം. ദമ്പതികൾ തമ്മിൽ കുടുംബ പ്രശ്നങ്ങളുണ്ടായിരുന്നതായി നാട്ടുകാർ പറയുന്നു. BJP കായംകുളം മണ്ഡലം സെക്രട്ടറി PK സജിയെയും ഭാര്യ ബിനുവിനെയുമാണ് രാജധാനി എന്ന വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇരുവരുടെയും ദേഹത്ത് മുറിവുകളുണ്ട്. സജിയുടെ കയ്യിൽ കത്തിയും. ബിനുവിന്റെ മൃതദേഹം മുകളിലത്തെ കിടപ്പുമുറിയിലും സജിയുടേത് താഴത്തെ നിലയിലുമാണ് കണ്ടെത്തിയത്. ഇവരുടെ ഏകമകൻ പഠനാവശ്യത്തിനായി കോയമ്പത്തൂരിലാണ്. മാതാപിതാക്കളെ മൊബൈൽ ഫോണിൽ പലതവണ വിളിച്ചിട്ടും ലഭിക്കാത്തതിനെ തുടർന്ന് മകൻ സമീപവാസികളോട് വിവരം പറയുകയായിരുന്നു. അയൽവാസികളെത്തി പരിശോധിച്ചപ്പോഴാണ് വീടിനുള്ളിൽ ദമ്പതികളുടെ മൃതദേഹം കണ്ടത്. 3:30 അപ്പുറത്ത് വീട്ടിലെ അച്ഛനെ വിളിച്ചായിരുന്നു. അച്ഛനെ എന്നെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല, സ്വിച്ച് ഓഫ് ആണെന്ന് പറഞ്ഞു. ഒന്ന് കയറി നോക്കാമോ എന്ന് ചോദിച്ചു. അവൻ്റെ കയറി നോക്കിയപ്പോഴാണ് സംഭവം കാണുന്നത്. അവിടുത്തെ ചേച്ചിയാണെങ്കിൽ കമ്മ കിടക്കുമായിരുന്നു. ഫോറൻസിക് വിദഗ്ധരുടെ ഉൾപ്പെടെ പരിശോധന പൂർത്തിയാക്കിയ ശേഷം മാത്രമേ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് അയക്കുകയുള്ളൂ. വ്യക്തിപരമായ കാരണങ്ങൾ പറഞ്ഞ് PK സജി കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി പാർട്ടി പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നില്ലെന്ന് BJP പ്രാദേശിക നേതാക്കൾ പറയുന്നു. കായംകുളത്തെ സ്വകാര്യ സ്കൂളിലെ അധ്യാപികയായിരുന്നു ഭാര്യ ബിനു. 2 മാസങ്ങൾക്ക് മുമ്പ് ഈ ജോലി രാജിവെച്ചതായി ബന്ധുക്കൾ പറയുന്നു. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത കായംകുളം പോലീസ് അന്വേഷണം ആരംഭിച്ചു. 24 ആലപ്പുഴ. മ്യാൻമാർ അതിർത്തിയിൽ ഇന്ത്യ അതിർത്തി വേലി കെട്ടുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ബംഗ്ലാദേശുമായുള്ള അതിർത്തി പോലെ മ്യാൻമാറുമായുള്ള ഇന്ത്യയുടെ അതിർത്തിയും സംരക്ഷിക്കപ്പെടുമെന്നും അമിത്ഷാ പ്രഖ്യാപിച്ചു. ഇന്ത്യയിലേക്കുള്ള സ്വതന്ത്ര സഞ്ചാരം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. അസം പോലീസ് കമാൻഡോ പാസിംഗ് ഔട്ട് പരേഡിൽ വെച്ചാണ് അമിത്ഷാ സുപ്രധാന പ്രഖ്യാപനം നടത്തിയത്. വംശീയ സംഘർഷങ്ങളിൽ നിന്ന് രക്ഷ തേടി മ്യാൻമാർ സൈനികർ ഉൾപ്പെടെ ഇന്ത്യയിലേക്ക് പലായനം ചെയ്തെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് അമിത്ഷായുടെ പ്രഖ്യാപനം. നിലവിൽ ഇന്ത്യയ്ക്കും മ്യാൻമാറിനും ഇടയിൽ സ്വതന്ത്ര സഞ്ചാരം അനുവദിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ കമ്പനിയായ എക്സാലോജിക്കിനും കരിമണൽ കമ്പനിയായ CMRലും തമ്മിലുള്ള ഇടപാട് ദുരൂഹമെന്ന് കേരള രജിസ്ട്രാർ ഓഫ് കമ്പനി വിശദാന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് ശുപാർശ നൽകി. 2016-17 മുതൽ തുടർച്ചയായ 3 വർഷത്തെ കണക്കാണ് പരിശോധിച്ചത്. വീണയ്ക്കും എക്സാലോജിക്കിനും പ്രത്യേകം പണം നൽകിയെന്നും ഇതിന് പകരമായി പ്രത്യേകിച്ച് ഒരു സേവനവും CMRലിന് നൽകിയിട്ടില്ലെന്നുമാണ് കണ്ടെത്തൽ. കരിമണൽ കമ്പനിയായ CMRL കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത കമ്പനിയായതിനാലാണ് കേരള രജിസ്ട്രാർ ഓഫ് കമ്പനീസ് വിഷയം പരിശോധിച്ചത്. CMRLന്റെ 2016-17 മുതൽ തുടർച്ചയായി 3 വർഷത്തെ കണക്കുകളും ഇടപാടുകളും പരിശോധിച്ചു. വീണയ്ക്കും എക്സാലോജിക്കിനും പ്രത്യേകമായി പണം നൽകിയതായി കണ്ടെത്തി. 96 ലക്ഷം രൂപ വീണയ്ക്കു മാത്രം നൽകിയിട്ടുണ്ട്. ഇതിന് വീണയോ അവരുടെ കമ്പനിയോ പ്രത്യേകിച്ച് ഒരു സേവനവും CMRLന് നൽകിയിട്ടില്ല. കൃത്യമായ വിവരങ്ങളോ രേഖകളോ നൽകാനായിട്ടില്ല. നൽകിയ വിവരങ്ങൾ അവ്യക്തവുമാണ്. CMRL, KSIDC, എക്സാലോജിക് എന്നീ കമ്പനികളുടെ കണക്കുകൾ പരിശോധിച്ചാലേ സത്യങ്ങളും വസ്തുതകളും ബോധ്യപ്പെടൂ. അതിനാൽ വിശദ അന്വേഷണം വേണമെന്നാണ് കേരള ROCയുടെ ശുപാർശ. അതേസമയം എക്സാലോജിക് CMRL ഇടപാടുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ കരുതലോടെ നീങ്ങാനാണ് CPIM തീരുമാനം. തെരഞ്ഞെടുപ്പിന് മുമ്പ് കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ഉണ്ടാകുമെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. മുഖ്യമന്ത്രിയുടെ പേര് പരാമർശിക്കുന്ന ROC റിപ്പോർട്ടിനെതിരെ CPIM രാഷ്ട്രീയ പ്രതിരോധം തീർക്കും. 24 തിരുവനന്തപുരം. മുഖ്യമന്ത്രി പിണറായി വിജയനെ രൂക്ഷമായി വിമർശിച്ച് ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള. സംഘപരിവാറിനെ ആട്ടിൻതോലിട്ട ചെന്നായ്ക്കൾ എന്ന് മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചതിനെയാണ് ഗോവ ഗവർണർ വിമർശിച്ചത്. ഇത്തരം കാര്യങ്ങൾ രാഷ്ട്രീയ വേദിയിൽ പറയാം, പെന്തക്കോസ്ത് വേദിയിൽ വന്ന് അങ്ങനെ പറയാമോ എന്ന് ചിന്തിക്കണം. പ്രധാനമന്ത്രിയെ എയർപോർട്ടിൽ പോയി പുഞ്ചിരിച്ച് സ്വീകരിച്ച മുഖ്യമന്ത്രിയാണ് ഈ വിമർശനം ഉന്നയിച്ചതെന്നും PS ശ്രീധരൻപിള്ള. ആട്ടിൻതോലിട്ട ചെന്നായ്ക്കൾ എന്ന് വിളിച്ചത് അതിൻ്റെ ഏറ്റവും വലിയ തലവൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയല്ലേ? അദ്ദേഹം ആ പ്രത്യയശാസ്ത്രത്തിൻ്റെ ആളല്ലേ? അത് വേണമായിരുന്നോ അദ്ദേഹത്തിന്? അത്തരം കാര്യങ്ങൾ അത്തരം വേദികളിൽ രാഷ്ട്രീയവേദി പറയാം, പ്രാർത്ഥിയാണ്, പ്രവർത്തകന്മാരെ ആവേശം കൊള്ളിക്കാൻ പറയാം. പക്ഷെ പുഞ്ചിരിച്ചുകൊണ്ട് പ്രധാനമന്ത്രിയെ സ്വീകരിക്കുകയും സാധാരണ വ്യത്യസ്തമായി എയർപോർട്ടിൽ മന്ത്രിമാരെ അയക്കും, അല്ല ഒരു തവണ പോകും, ഇത് പോകുമ്പോഴും വരുമ്പോഴും ഇതെല്ലാം പത്രങ്ങൾ വന്നതാണ്.
അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ച് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. BJP നേതൃത്വം കേന്ദ്ര മന്ത്രിസ്ഥാനം ഉൾപ്പെടെ വാഗ്ദാനം ചെയ്തിരുന്നുവെന്ന് RJD സംസ്ഥാന പ്രസിഡന്റ് MV ശ്രേയാംസ് കുമാർ. BJPയിൽ ചേരുമെന്ന പ്രചാരണത്തിൽ കഴമ്പില്ല. രാജ്യത്ത് ഏറ്റവും അവസാനം BJPയിൽ ചേരുന്ന ആളായിരിക്കും താനെന്നും MV ശ്രേയാംസ് കുമാർ പറഞ്ഞു. മുത്തകയിൽ രാഷ്ട്രീയ യുവജനതാദളിന്റെ സംസ്ഥാന ക്യാമ്പിലാണ് പ്രതികരണം. ഇന്ത്യയിലെ അവസാനത്തെ ആളേക്ക് ഞാൻ പോകുന്നു BJP. എൻ്റെ അച്ഛൻ്റെ പേര് വീരേന്ദ്രകുമാറാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരു പത്മപ്രഭാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരു കൃഷ്ണഗോപനാണ്. ഞങ്ങൾ 5 തലമുറയായിട്ട് അങ്ങനത്തെ രാഷ്ട്രീയം കളിച്ചിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാനൊരു ജയിലിനാണ്. ഞങ്ങൾ 1500 ആൾക്കാരെ തികച്ചില്ല വയനാട് ജില്ലയിൽ. എങ്ങനെയാണ് ഒരു കമ്മ്യൂണിറ്റി ബാക്കിംഗ് ഇല്ലാതെ 3 ജനറേഷൻസായിട്ട് ഞങ്ങളോട് ജയിച്ചിട്ടുള്ളത്? അതാണ് വയനാടിൻ്റെ മഹത്വം എന്ന് പറയുന്നത്. അത് തിരിച്ചറിഞ്ഞ ആൾക്കാർക്കൊന്നും ഈ പറയുന്ന രീതിയിൽ ചിന്തിക്കാൻ ഒരിക്കലും സാധിക്കില്ല. അതിൽ ഓഫറുണ്ട്. എന്നെ നേരിട്ട് വിളിച്ച് പറഞ്ഞു കേന്ദ്രമന്ത്രിയിലെ എന്ത് സാധനമാണെങ്കിലും എത്ര ചെറിയ പാട്ടെ ഞാൻ ഈ പാർട്ടിയിൽ തന്നെ മരിക്കുന്നു. ഓക്സിജന്റെ പുതിയ ഷോറൂം കൊല്ലം പത്തനാപുരത്ത് ഗതാഗത മന്ത്രി KP ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. വ്യവസായ സൗഹൃദമായ പ്രദേശത്ത് ഓക്സിജന്റെ വരവ് നാടിന് ഗുണകരമെന്ന് KP ഗണേഷ് കുമാർ പറഞ്ഞു. ഓക്സിജന്റെ ഡിജിറ്റൽ എഡ്യൂക്കേഷൻ എംപവർമെന്റ് പ്രോഗ്രാമിന്റെ ഭാഗമായി നിർധനരായ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ സഹായവും വിതരണം ചെയ്തു. ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ്, റീറ്റെയിൽ വിപണന രംഗത്ത് 25 വർഷത്തെ പാരമ്പര്യമുള്ള ഓക്സിജന്റെ പുതിയ ഷോറൂമാണ് പത്തനാപുരത്ത് ഗതാഗത വകുപ്പ് മന്ത്രി KP ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തത്. വ്യാപാര രംഗത്ത് പുലർത്തുന്ന വിശ്വാസ്യതയ്ക്കൊപ്പം സേവന രംഗത്തും ഓക്സിജൻ നടത്തുന്ന പ്രവർത്തനങ്ങൾ മാതൃകാപരമെന്ന് മന്ത്രി KP ഗണേഷ് കുമാർ. നമ്മുടെ ഒരു മാർക്കറ്റ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ്, പത്തനാപുരത്തിന്റെ വികസനത്തിന്റെ ഒരു വലിയ മാർക്കറ്റ് മുന്നിൽ കണ്ടുകൊണ്ടാണ്. അപ്പോൾ ഓക്സിജൻ ഡിജിറ്റലിലൂടെ കടന്നു വരുമ്പോൾ അത് നമ്മുടെ ഒരു വ്യവസായ രംഗത്ത് കുറച്ചുകൂടി ഉണർവുണ്ടാക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. സാധാരണ ജനങ്ങൾ ഓക്സിജനെ ഏറ്റെടുത്തു കഴിഞ്ഞതായി ഓക്സിജൻ ഗ്രൂപ്പ് CEO ഷിജോ K. തോമസ് പറഞ്ഞു. ഏറ്റവും ഒരു സാധാരണ ഒരാളുടെ കീസയ്ക്ക് ഇണങ്ങുന്ന രീതിയിലുള്ള എൻട്രി ലെവൽ പ്രോഡക്ട്സ് എല്ലാം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് വിവിധ കമ്പനികളുമായി നമ്മൾ നെഗോഷിയേറ്റ് ചെയ്ത് ഏറ്റവും ഒരു സാധാരണക്കാരന് പറ്റുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. ലോകോത്തര ബ്രാൻഡുകളും നാഷണൽ ബ്രാൻഡുകളും ഉൾപ്പെടുന്ന ഏറ്റവും മികച്ച ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് ഷോറൂമാണ് പത്തനാപുരത്ത് ഒരുക്കിയിരിക്കുന്നത്. ലോകത്തിലെ ആദ്യത്തെ AI സ്മാർട്ട്ഫോൺ സാംസങ് ഗാലക്സി S24 ഗണേഷ് കുമാർ ഓക്സിജനിൽ ലോഞ്ച് ചെയ്തു. ഓക്സിജന്റെ ഡിജിറ്റൽ എഡ്യൂക്കേഷൻ എംപവർമെന്റ് പ്രോഗ്രാമിന്റെ ഭാഗമായി നിർധനരായ വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പും ബുക്കുകളും കൈമാറി. പത്തനാപുരം ഗാന്ധിഭവൻ സ്ഥാപകനും മാനേജിംഗ് ട്രസ്റ്റിയുമായ ഡോക്ടർ പുനലൂർ സോമരാജൻ തുടങ്ങിയ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. 24 കൊല്ലം. ഇനി നോക്കാം ചില വാർത്തകൾ ചുരുക്കത്തിൽ. അയോധ്യ രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന തിങ്കളാഴ്ച അവധി പ്രഖ്യാപിച്ച മഹാരാഷ്ട്ര സർക്കാരിന്റെ നടപടിക്കെതിരെ ബോംബെ ഹൈക്കോടതിയിൽ ഹർജി. 4 നിയമ വിദ്യാർത്ഥികളാണ് ഹർജി നൽകിയത്. ഹർജി നാളെ പരിഗണിക്കും. തിങ്കളാഴ്ച ഡൽഹി എയിംസിനും രാം മനോഹർ ലോഹ്യ ആശുപത്രിക്കും ഉച്ചവരെ അവധി പ്രഖ്യാപിച്ചു. ജഡ്ജിമാരുടെ പേരിൽ കൈക്കൂലി വാങ്ങിയ കേസിൽ അഡ്വക്കേറ്റ് സൈബി ജോസ് കിടങ്ങൂരിന് ആശ്വാസം. മൂവാറ്റുപുഴ വിജിലൻസ് കോടതി സൈബി ജോസിനെതിരായ കേസ് അവസാനിപ്പിച്ചു. ആരോപണത്തിൽ കഴമ്പില്ലെന്ന വാദം അംഗീകരിച്ചാണ് കോടതി നടപടി. തൃശൂർ ചേലക്കര മണ്ഡലത്തിൽ മൃഗഡോക്ടർമാർ കൂട്ട അവധിയെടുത്തതോടെ മൃഗങ്ങളുടെ ചികിത്സ തേടിയെത്തിയവർ വലഞ്ഞു. മണ്ഡലത്തിലെ വിവിധ ആശുപത്രികളിലെ ഡോക്ടർമാരാണ് കൂട്ട അവധിയെടുത്തത്. ശബരിമല മണ്ഡല മകരവിളക്ക് ഉത്സവത്തിൽ വരുമാനത്തിൽ വർധന. കഴിഞ്ഞ വർഷത്തേക്കാൾ 10 കോടി രൂപയുടെ വർധനയാണ് രേഖപ്പെടുത്തിയത്. 357.47 കോടി രൂപയാണ് ആകെ വരുമാനം. പ്രധാനമന്ത്രിയുടെ തമിഴ്നാട് സന്ദർശനം തുടരുന്നു. തിരുച്ചിറപ്പള്ളിയിലെ രംഗനാഥൻ ക്ഷേത്രത്തിലും രാമനാഥപുരത്തെ രാമേശ്വരം ക്ഷേത്രത്തിലും ദർശനം നടത്തി. റോഡ് ഷോയ്ക്ക് ശേഷമായിരുന്നു രണ്ടിടത്തും ക്ഷേത്ര ദർശനം. 3 ദിവസത്തെ സന്ദർശനത്തിനായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ്നാട്ടിലെത്തിയത്. രാവിലെ ചെന്നൈയിൽ നിന്ന് തിരുച്ചിറപ്പള്ളിയിലെത്തിയ നരേന്ദ്രമോദി റോഡ് ഷോയായാണ് രംഗനാഥ ക്ഷേത്രത്തിലേക്ക് എത്തിയത്. വിവിധ ചടങ്ങുകളിൽ പങ്കെടുത്ത പ്രധാനമന്ത്രി 12:30 വരെ ക്ഷേത്രത്തിൽ ചെലവഴിച്ചു. ഉച്ചയ്ക്ക് 2:45 രാമേശ്വരത്തെത്തിയ പ്രധാനമന്ത്രി റോഡ് ഷോയ്ക്ക് ശേഷമാണ് ക്ഷേത്രത്തിലെത്തിയത്. പ്രത്യേക പൂജകളിലും ഭജനയിലും മോദി പങ്കെടുത്തു.
നാളെ രാവിലെ 9:30 അരിച്ചാൽ മുനമ്പ് സന്ദർശിക്കുന്ന മോദി 10:30 കോദണ്ഡാരം സ്വാമി ക്ഷേത്രത്തിലും ദർശനം നടത്തും. ഇന്നലെ ചെന്നൈയിലെത്തിയ പ്രധാനമന്ത്രി ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ഉദ്ഘാടനം ചെയ്തിരുന്നു. നരേന്ദ്രമോദിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് രാമനാഥപുരം, തിരുച്ചിറപ്പള്ളി ജില്ലകളിൽ കർശന സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്. 24 ചെന്നൈ. പാലക്കാട് കൈക്കൂലി വാങ്ങുന്നതിനിടെ തഹസിൽദാർ പിടിയിൽ. പാലക്കാട് ഭൂരേഖ തഹസിൽദാറായ വി സുധാകരനെയാണ് വിജിലൻസ് പിടികൂടിയത്. നഗരത്തിലെ മോളിന്റെ നിയമപ്രശ്നം പരിഹരിക്കാൻ 50,000 രൂപയാണ് സുധാകരൻ അപേക്ഷകരിൽ നിന്ന് വാങ്ങിയത്. കഞ്ചിക്കോട്ടെ ഷോപ്പിംഗ് മാളിന്റെ കൈവശാവകാശ രേഖയുമായി ബന്ധപ്പെട്ട നിയമപ്രശ്നം പരിഹരിക്കാൻ ഉടമ ഐസക്കിനെ തഹസീൽദാർ വി സുധാകരൻ നടത്തിച്ചത് മാസങ്ങളോളം. ഇതിനിടെ സ്കോച്ച് വിസ്കിയും പെർഫ്യൂമുകളും കൈക്കൂലിയായി സുധാകരൻ കൈപ്പറ്റി. ഒടുവിൽ കാര്യം നടക്കാൻ ആവശ്യപ്പെട്ടത് 5 ലക്ഷം. അത്രയും നൽകാനാകില്ലെന്ന് പറഞ്ഞതോടെ ഇന്ന് വൈകിട്ട് ഓഫീസ് സമയം കഴിഞ്ഞ ശേഷം നേരിട്ടെത്താൻ നിർദ്ദേശം. മൊത്തം ഒരു 1.5 വർഷമായിട്ട് നടപടി ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വൈകിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ വിഷയങ്ങൾ വരുമ്പോൾ അതിന് ഓരോ കാര്യം. ഇപ്പോൾ ലാസ്റ്റ് KBT പാസ്സായി. കേരള ബിൽഡിംഗ് ടാക്സ് ഞങ്ങൾ 10 ലക്ഷം രൂപ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച അടച്ചു. അത് അടയ്ക്കാൻ ഞങ്ങൾ 2 കോടതി കയറി. ഇപ്പോൾ ഹൈക്കോടതി ഓർഡർ ഇട്ടിരിക്കുകയാണ്, ഇത് കൊടുക്കൂ, 6 ആഴ്ചക്കുള്ളിൽ കൊടുക്കാൻ. എന്നിട്ടും അദ്ദേഹത്തിന് അത് മനസ്സിലാക്കാൻ സാധിക്കില്ല. അദ്ദേഹം പണം മാത്രം. ഇപ്പം നിലവിലെ തഹസിൽദാർ കൂടി മെൻഷൻ പറ്റിയപ്പോൾ ഒരു ചാകരയാണ് ഇവിടെ. ഒടുവിൽ 50,000 രൂപ നൽകാമെന്നേറ്റ ഐസക് വിജിലൻസിനെ വിവരമറിയിച്ചു. വൈകിട്ട് വിജിലൻസ് നൽകിയ പണം കൈമാറുന്നതിനിടെ തഹസിൽദാറെ വിജിലൻസ് കൈയോടെ പിടികൂടുകയായിരുന്നു. ഒരു പ്രാഥമിക പരിശോധന നടത്തി ശേഷം ഒരു കഴമ്പുണ്ടെന്ന് ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ട്രാപ്പ് നടപടികൾ പൂർത്തിയാക്കുകയായിരുന്നു. ഒരു 5:43 മണിക്ക് ഇയാളെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അറസ്റ്റ് ചെയ്തു. ഉദ്യോഗസ്ഥനെതിരെ നേരത്തെയും നിരവധി പരാതികൾ ഉണ്ടായിരുന്നുവെന്നാണ് വിജിലൻസ് പറയുന്നത്. ഇക്കാര്യങ്ങളും അന്വേഷണ പരിധിയിലുണ്ട്. 24 പാലക്കാട്. കോഴിക്കോട് താമരശ്ശേരി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയെ റാഗ് ചെയ്ത സംഭവത്തിൽ 8 പേർക്കെതിരെ കേസ്. റാഗിങ്ങിനിരയായ ഷുഹൈബ് ചികിത്സയിൽ തുടരുകയാണ്. ഷർട്ടിന്റെ ബട്ടൺ ഇട്ടില്ലെന്ന കാരണം പറഞ്ഞായിരുന്നു സീനിയർ വിദ്യാർത്ഥികളുടെ ആക്രമണം. താമരശ്ശേരി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 1 മാസം മുൻപ് ഷർട്ടിന്റെ ബട്ടൺ ഇടുന്നതിനെ ചൊല്ലി സീനിയർ ജൂനിയർ വിദ്യാർത്ഥികൾ ഏറ്റുമുട്ടിയിരുന്നു. ഇതിന്റെ തുടർച്ചയാണ് പുതിയ സംഭവങ്ങൾ. സീനിയർ വിദ്യാർത്ഥികളായ യാസിർ മുഹമ്മദ്, ഷാനിൽ, അഭിനാഥ്, അഭിഷേക് എന്നിവർ ഉൾപ്പെടെയുള്ള 8 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. +2-ലുള്ള സീനിയേഴ്സ് ആയിട്ടുള്ള പ്രശ്നത്തിൻ്റെ ബാക്കി എന്നോണാണ് ഇതുണ്ടായത്. അവർ സ്കൂൾ വിട്ടതിന് ശേഷം കൂട്ടമായിട്ട് വന്ന് മർദ്ദിക്കുകയാണ് ചെയ്തത്. ഷോൾഡറിൻ്റെ എല്ലിന് പൊട്ടുണ്ട്, പിന്നെ തലക്ക് പല്ലിനൊക്കെ ചെറിയ പ്രശ്നം. ഇന്നലെയാണ് ആക്രമണമുണ്ടായത്. ഷുഹൈബ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. തോളലിന് പൊട്ടലുണ്ട്. നേരത്തെ ഇതേ വിഷയത്തിൽ നടപടി നേരിട്ട വിദ്യാർത്ഥികൾ മാപ്പ് എഴുതി നൽകിയ ശേഷം പരീക്ഷ എഴുതാനായി വീണ്ടും സ്കൂളിലെത്തിയതായിരുന്നു. ഇതിനിടയിലാണ് വീണ്ടും ആക്രമണമുണ്ടായത്. 24 കോഴിക്കോട്. ടൂർസ് ആൻഡ് ട്രാവൽസ് രംഗത്തേക്ക് കൂടി പ്രവർത്തനം വ്യാപിപ്പിച്ച റിച്ച് മാക്സ് ഗ്രൂപ്പ്. റിച്ച് മാക്സ് ടൂർസ് ആൻഡ് ട്രാവൽസ് എന്ന പേരിലാണ് പുതിയ സംരംഭം. എല്ലാവർക്കും ഒരുപോലെ സമഗ്രമായ യാത്രാനുഭവം നൽകുകയാണ് ലക്ഷ്യമെന്ന് റിച്ച് മാക്സ് ഗ്രൂപ്പ് ചെയർമാനും MD-യുമായ അഡ്വക്കേറ്റ് ജോർജ് ജോൺ വാലത്ത് പറഞ്ഞു. ആദ്യ ശാഖ തൃശൂർ കൂർക്കഞ്ചേരിയിൽ ആരംഭിക്കും. ഈ സാമ്പത്തിക വർഷം തന്നെ ദുബായ്, കൊച്ചി നഗരങ്ങളിലും ശാഖകൾ പ്രവർത്തനം തുടങ്ങും. റിച്ച് മാക്സ് ഗ്രൂപ്പ് ഡയറക്ടർ ജോളി CM, സെയിൽസ് ഹെഡ് പ്രവീൺ ബാബു, ഓഡിറ്റ് ആൻഡ് ഓപ്പറേഷൻസ് ഹെഡ് വർഗീസ് EO, റിച്ച് മാക്സ് ടൂർസ് ആൻഡ് ട്രാവൽസ് മാനേജർ ഷിജി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ടൂർസ് ആൻഡ് ട്രാവൽസ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും അത്യാവശ്യമുള്ളൊരു കമ്പനിയാണ്. അതായത് നമ്മളെ സംബന്ധിച്ച് ഇത്രയും ജനങ്ങൾ കോവിഡിന് ശേഷം അധികം ആളുകളിലും ടൂർ പോകാനൊക്കെ ആഗ്രഹിക്കുന്നുള്ളവരാണ്. തീർച്ചയായിട്ടും ഇന്നത്തെ കാലഘട്ടത്തിൽ ടൂർസ് ആൻഡ് ട്രാവൽസ് വളരെ വിജയകരമായി മുന്നോട്ട് പോകുന്നൊരു സമരമാണ്. അതോടൊപ്പം മാത്രമല്ല 500ഓളം സ്റ്റാഫുകളിൽ നിന്ന് കിട്ടുന്ന ലീഡുകൾ ഈ കമ്പനിയെ പെട്ടെന്ന് തന്നെ ഒരു ലാഭകരമാക്കി മാറ്റാമെന്ന് വിശ്വാസമുണ്ട്. വരുന്ന കസ്റ്റമേഴ്സിൻ്റെ അനുസരണം അവർ പറയുന്ന ഡെസ്റ്റിനേഷനിൽ കൊണ്ടുപോകുക എന്നുള്ളതാണ് ഞങ്ങളുടെ ആശയം. UPVC മഴവെള്ളപ്പാത്തുകളിലെ മുൻനിര ബ്രാൻഡായ അക്വാ സ്റ്റാർസിന്റെ ബ്രാൻഡ് അംബാസിഡറായി സിനിമാ താരം മമത മോഹൻദാസിനെ തെരഞ്ഞെടുത്തു. 10 വർഷം പൂർത്തിയാക്കിയ വേളയിൽ കമ്പനി അതിനൂതനമായ T2 പ്രീമിയം സീരീസ് റെയിൻ വാട്ടർ ഗട്ടറുകളും പുറത്തിറക്കി. വ്യവസായ രംഗത്ത് 30 വർഷത്തെ പാരമ്പര്യമുള്ള പോന്നൂർ ഗ്രൂപ്പിന്റെ ഭാഗമായ അക്വാസ്റ്റാർ മഴവെള്ള പരിപാലന രംഗത്തും UPVC നിർമ്മാണ മേഖലയിലും വിപണിയിൽ സജീവമാണ്. കമ്പനിയുടെ ആശയങ്ങൾ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ മമതയുടെ സാന്നിധ്യം മികച്ച പിന്തുണ നൽകുമെന്ന്
അക്വാസ്റ്റാർ മാനേജിംഗ് ഡയറക്ടർ സിജോ പൊന്നൂർ പറഞ്ഞു. അക്വാസ്റ്റാർ T2 പ്രീമിയം സീരീസ് റെയിൻ വാട്ടർ ഗട്ടറുകൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യൻ ഇന്റീരിയർ ഡിസൈനേഴ്സ് കേരള വിഭാഗം അധ്യക്ഷനായ ഇക്ബാൽ മുഹമ്മദ് നിർവഹിച്ചു. Aquastar, when we moved to 10th year, we thought we have to create a brand more recognized for the next generation. അപ്പോൾ അങ്ങനെ വിചാരിച്ചപ്പോൾ we have selected our brand ambassador as Srimati Mamta Mohandas as our brand ambassador for the 10th year. We are going forward with it. A new range of product is also launched. It is called T series, where we are coming out with 170 mm rain gutters and 450 mm rain gutter, which is the largest in India now. പ്രൈം ടൈം ന്യൂസിലേക്ക് വീണ്ടും. പത്തനംതിട്ട കൂടൽ ബെവ്കോ ഔട്ട്ലെറ്റിൽ നിന്ന് 81 ലക്ഷം രൂപ തട്ടിയ കേസിൽ പ്രതിയായ ജീവനക്കാരൻ കോടതിയിൽ കീഴടങ്ങി. കൊല്ലം ആനേടി സ്വദേശി 23-കാരനായ അരവിന്ദാണ് പത്തനംതിട്ട ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കീഴടങ്ങിയത്. അരവിന്ദിനെ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ബെവ്കോയുടെ പത്തനംതിട്ട കൂടൽ ഔട്ട്ലെറ്റിൽ നിന്ന് ജീവനക്കാരൻ 81.6 ലക്ഷം രൂപ തിരിമറി നടത്തിയെന്ന പരാതി ജനുവരി 5-നാണ് പോലീസിന് ലഭിക്കുന്നത്. കേസെടുത്ത കൂടൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കൊല്ലം ആനേടി സ്വദേശി അരവിന്ദ് ബാങ്കിലടക്കാൻ കൊടുത്ത പണം ചലാനിൽ ക്രമക്കേട് നടത്തി തട്ടിയെടുത്തത് ഓൺലൈൻ റമ്മി കളിക്കാനാണെന്ന് കണ്ടെത്തിയിരുന്നു. പ്രതി ഈ പണം യശ്വന്തപൂർ സ്വദേശികളായ 2 പേരുടെ അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതായും കണ്ടെത്തി. പ്രതിക്കായി അന്വേഷണം തുടരുന്നതിനിടെയാണ് അരവിന്ദ് അഭിഭാഷകർ മുഖേന പത്തനംതിട്ട ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് 2-ൽ കീഴടങ്ങിയത്. പ്രതിയെ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത് കൊട്ടാരക്കര സബ് ജയിലിലേക്ക് മാറ്റി. തിങ്കളാഴ്ച പ്രതിയെ കസ്റ്റഡിയിൽ കിട്ടാൻ പോലീസ് അപേക്ഷ നൽകും. സംഭവവുമായി ബന്ധപ്പെട്ട് കൂടൽ ഔട്ട്ലെറ്റിലെ മാനേജർ അടക്കമുള്ള ജീവനക്കാരെ ബെവ്കോ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പണം തട്ടിയതിൽ ഇവർക്കും പങ്കുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുകയാണ്. ശ്രീകുമാരൻ, 24, പത്തനംതിട്ട. വയനാട് പനമരത്ത് ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി. മേച്ചേരിയിലെ തോട്ടത്തിലെത്തിയ ആനകളെ ഏറെ പണിപ്പെട്ടാണ് കാടുകയറ്റിയത്. ഏഴാനകളും ഒരു കുട്ടിയാനയും ഇന്നലെ രാത്രി മുതൽ തമ്പടിച്ചത് ജനവാസ കേന്ദ്രത്തോട് ചേർന്ന തോട്ടത്തിൽ. രാവിലെയാണ് വിവരം നാട്ടുകാർ അറിയുന്നത്. ഇതിന് മുന്നേ ഒരു 10 വർഷം മുന്നെയാണ് നമ്മൾ അറിവിൽ അന്നിവിടെ മരണമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിന് ശേഷമാണ് ആന നമ്മളറിവിൽ വരുത്തു തുടങ്ങിയത്. അപ്പോൾ ഇത്രയും ഭീകരമായിട്ടുള്ള ആനയെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല ഈ പ്രദേശത്തായിട്ട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ചു. മുത്തങ്ങയിൽ നിന്നുള്ള RRT സംഘവും സ്ഥലത്തെത്തി. പടക്കം പൊട്ടിച്ച് ആനകളെ തുരത്താനുള്ള ദൗത്യം. 3 ആനകളും കുട്ടിയാനകളും വയലിലൂടെ ചെറുപുഴ കടന്ന് വനത്തിലേക്ക്. 4 ആനകൾ കൂടി തൊട്ടുപിന്നാലെ റോഡ് മുറിച്ച് വയൽ കടന്നുപോയി. ജനങ്ങൾക്ക് ആശ്വാസം. പിന്നെ ഇങ്ങനെയൊന്നും ഉണ്ടാവാത്ത രീതിയിൽ നമ്മുടെ ക്രാഷ് കാർഡിൻ്റെ പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ചാൽ മാത്രമേ ജനങ്ങൾക്ക് ഭീതിപൂർണ്ണമല്ലാത്തൊരു ജീവിതം ഇവിടെ കിട്ടുകയുള്ളൂ. അപ്പോൾ ആ രീതിയിലേക്ക് ഫോറസ്റ്റ് അധികൃതരും ഡിപ്പാർട്ട്മെൻറ്റും നല്ല രീതിയിൽ പ്രവർത്തനം സ്പീഡപ്പ് ആക്കിയാൽ മാത്രമേ ഇതിൽ നിന്നൊരു മോചനം ആളുകൾക്ക് ഉണ്ടാവുള്ളൂ. വർഷങ്ങൾക്ക് മുമ്പ് ഇതിന് തൊട്ടടുത്ത മേഖലയിൽ കാട്ടാന ഒരാളെ ചവിട്ടിക്കൊന്നിട്ടുണ്ട്. ഇടയ്ക്ക് കാട്ടാനകൾ എത്താറുണ്ടെങ്കിലും ഇത്ര വലിയ കൂട്ടം ആദ്യമെന്ന് നാട്ടുകാർ. റിബിൻ ജോൺ പാലേരിക്കൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24, വയനാട്. തൃശൂരിൽ മത്സരം കോൺഗ്രസും BJPയും എന്ന പ്രസ്താവനയിൽ TN പ്രതാപൻ MPയെ വിടാതെ CPIM. TN പ്രതാപൻ BJPക്ക് വേണ്ടി പ്രചാരണം നടത്തുന്നുവെന്ന് CPIM ജില്ലാ സെക്രട്ടറി MM വർഗീസ് ആരോപിച്ചു. കോൺഗ്രസ് BJP സഖ്യമെന്ന് പറയുന്നവർ വിഡ്ഢികളാണെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ മറുപടി. VS സുനിൽകുമാറിനായി സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചാരണം നടന്നതിൽ CPI സംസ്ഥാന എക്സിക്യൂട്ടീവിൽ വിമർശനമുയർന്നു. തൃശൂരിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപേ തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിച്ചതിന് പിന്നാലെയാണ് CPIMന്റെ വിമർശനം. BJPയും കോൺഗ്രസും ഐക്യത്തിലാണെന്ന് CPIM ജില്ലാ സെക്രട്ടറി MM വർഗീസ് പറഞ്ഞു. മത്സരിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ TN പ്രതാപൻ ഇപ്പോൾ സീറ്റ് ഉറപ്പിക്കാൻ വേണ്ടി ചുവരെഴുതുകയാണെന്നും പരിഹാസം. കോൺഗ്രസ് BJP അവർ തമ്മിൽ ഐക്യത്തിലല്ലേ? കോഹ്ലി സഖ്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. TN പ്രതാപൻ മണ്ഡലത്തിൽ ചെയ്ത എന്തെങ്കിലും വികസന പ്രവർത്തനം ചൂണ്ടിക്കാണിക്കാനും CPIM ജില്ലാ സെക്രട്ടറി വെല്ലുവിളിച്ചു. തൃശൂരിൽ CPIMും BJPയും തമ്മിൽ സെറ്റിൽമെന്റ് ആകുമെന്ന് VD സതീശൻ തിരിച്ചടിച്ചു. തൃശൂരിലെ സഖ്യം വളരെ ക്ലിയർ അല്ലേ? കരുവന്നൂർ ബാങ്കിലെ ED അന്വേഷിക്കുന്നു, മാസപ്പടി ED അന്വേഷിക്കുന്നു. അവസാനം അവിടെ CPIMും BJPയും തമ്മിൽ സെറ്റിൽമെന്റ് ആവും. VS സുനിൽകുമാറിനായി സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചാരണം നടത്തുന്നതിൽ CPI സംസ്ഥാന എക്സിക്യൂട്ടീവിൽ വിമർശനമുയർന്നു. സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നതിന് മുൻപ് പ്രചാരണം നടത്തുന്നത് കമ്മ്യൂണിസ്റ്റ് രീതിയല്ലെന്നാണ് വിമർശനം. TN പ്രതാപനായുള്ള ചുവരെഴുത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ വീണ്ടും മുന്നറിയിപ്പ് നൽകി. ആവർത്തിച്ചാൽ കർശന നടപടിയെന്നാണ് താക്കീത്. 24, തൃശൂർ.
മലപ്പുറത്ത് സ്കൂളിലെ ഉച്ചക്കഞ്ഞി വിതരണത്തിനുള്ള അരി അധ്യാപകൻ മറിച്ചുവിറ്റെന്ന് പരാതി. മൊറയൂർ VHM ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനെതിരെ ദൃശ്യങ്ങൾ സഹിതം പഞ്ചായത്ത് അംഗം മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും പരാതി നൽകി. സ്കൂളിലെ അരി സൂക്ഷിക്കുന്ന മുറിയിൽ നിന്നും രാത്രി അരിച്ചാക്കുകൾ മറ്റൊരു വാഹനത്തിലേക്ക് കടത്തുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. സ്കൂളിലെ അധ്യാപകനാണ് അരി കടത്തുന്നത് എന്നാണ് പഞ്ചായത്ത് അംഗം ഹസീനാരുടെ ആരോപണം. ദൃശ്യങ്ങൾ സഹിതം മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും പരാതി നൽകി. നമ്മൾ അവിടുത്തെ പ്രധാന അധ്യാപകരെടുത്തും PTA കമ്മിറ്റി അംഗങ്ങളെടുത്തൊക്കെ ഈ വിഷയം അവതരിപ്പിച്ചിട്ടും അവരെ ഭാഗത്തുനിന്ന് ഒരു പിന്തുണ ഇത് നിർത്താനുള്ള ഒരു സാഹചര്യങ്ങളും അവരുടെ കയ്യിൽ ഉണ്ടായില്ല. അത് കാരണമാണ് ഇവിടുത്തെ രക്ഷിതാക്കളും ടീച്ചേഴ്സും വിദ്യാർത്ഥികളോടും കൂടിയിട്ടാണ് ഈ വീഡിയോ പകർത്തിയിട്ടുള്ളത്. മുട്ട, പാൽ തുടങ്ങിയവയും പലപ്പോഴായി മോഷണം പോയിട്ടുണ്ടെന്നും ആരോപണമുണ്ട്. സ്കൂൾ മാനേജറും ഹെഡ്മാസ്റ്ററും ആരോപണം നിഷേധിച്ചു. വിഷയം വാർത്തയായതോടെ വിദ്യാഭ്യാസ വകുപ്പും ന്യൂൺ ഫീൽഡ് ഓഫീസറും അന്വേഷണം തുടങ്ങി. 24 മലപ്പുറം. ഇതോടെ പ്രൈം ടൈം ന്യൂസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.